അങ്ങനെ ഓണം എക്സാം കഴിഞ്ഞു, പേപ്പർ കിട്ടി, പാരൻസ് മീറ്റിങ്ങുകളും അവസാനിച്ചു. പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പല ആളുകളുടെയും മനസ്സിലുണ്ടായിരുന്നത് ഇനി മുതൽ ഞാൻ പുതിയൊരു വ്യക്തിയായിരിക്കും, അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ നന്നായി മാർക്ക് സ്കോർ ചെയ്തും ഇനി മുതൽ ഞാൻ ഫുൾ പഠനമാണെന്നുള്ള പല വിപ്ലവകരമായ തീരുമാനങ്ങളും എല്ലാ കുട്ടികളും എടുത്തിട്ടുണ്ടായിരിക്കും. ആ തീരുമാനങ്ങളുടെ നിലവിലെ അവസ്ഥ എന്താണെന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കി. ആദ്യത്തെ ഒരു 2 ദിവസം ഭയങ്കര ആവേശത്തോടു കൂടിയുള്ള പഠനമായിരുന്നു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ആവേശം എല്ലാം കുറയാൻ തുടങ്ങി. ഇപ്പോൾ വീണ്ടും എല്ലാം പഴയപടി തന്നെയായി മാറി. ഉള്ളിൽ എവിടെയോ ഒരു പേടിയുണ്ട്, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല. നാളെ ആവട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2 എക്സാമ്പിളുകൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾ വിചാരിച്ചോ, ഒരു വേൾഡ് കപ്പിൻ്റെ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ മാച്ച് നടക്കുകയാണ്. ഈ ഫൈനൽ മാച്ച് നടക്കുന്ന ടൈം എന്ന് പറയുന്നത് സപ്പോസ് രാത്രി 2:30 ആണെന്ന് വിചാരിച്ചോ. നിങ്ങൾ ആരെങ്കിലും രാത്രി 2:30 ഫൈനൽ വേഗം ഉറങ്ങാമെന്ന് വിചാരിച്ച് ഉറങ്ങാറുണ്ടോ? ഇല്ല. ഭൂരിഭാഗം കുട്ടികൾ എന്ത് ചെയ്യും? വേൾഡ് കപ്പിൻ്റെ ഫൈനലാണ്, നമ്മുടെ ഫേവറേറ്റ് ടീമിൻ്റെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്ത് വില കൊടുത്തും അത് കാണണം എന്നുള്ളൊരു മൈൻഡിലായിരിക്കും നമ്മൾ ഉണ്ടാവുക, അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഉറക്കമൊഴിച്ചിരുന്ന് ആ കളി കാണും. സപ്പോസ് നമ്മളുടെ ടീം 2-0 തോറ്റുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടീം ഏതായാലും തോറ്റു, ഇനിയിപ്പോൾ കളി കണ്ടിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും കളി നിർത്തി പോവാറുണ്ടോ? ഇല്ല. നമ്മൾ അവസാനം വരെ കാത്തിരിക്കും. നമ്മുടെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ ആയിട്ടുള്ള നമ്മുടെ പ്ലെയർ നമ്മുടെ ടീമിനെ രക്ഷിക്കും, നമ്മൾ കാത്തിരിക്കും, അല്ലേ? ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മുടെ കയ്യിൽ ഹോപ്പ് ഉണ്ട്. അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണ്. ഒരു സ്കൂൾ ടൂർ പോവുകയാണ്. ഈ സ്കൂൾ ടൂർ പോകുന്നതിൽ സ്കൂൾ ടൂറിൻ്റെ ടൈം രാവിലെ നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ ടൈം എന്ന് പറയുന്നത് രാവിലെ 5:30 AM ആയിരിക്കും. രാവിലെ 5:30 എത്തണമെന്നാണ് നിങ്ങളോട് സ്കൂളിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ഈ 5:30 എത്താൻ പറഞ്ഞ ടൂറിന് 5:30 എത്തണമെന്ന് പറഞ്ഞ ദിവസം നിങ്ങൾ രാവിലെ ചിലപ്പോൾ ഒരു 3:30 മണിയാകുമ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടാവും. ആരും വിളിക്കാണ്ട് തന്നെ എണീറ്റിട്ടുണ്ടാവും. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫുൾ നമ്മൾ എന്തായിരിക്കും? റെഡി ആയിരിക്കും, അല്ലേ? അതേസമയം ഇനി നമ്മളൊന്ന് സ്കൂളിലേക്ക് പോകുന്നത് ചിന്തിച്ച് നോക്കിയേ. സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 8:30 വണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ എണീക്കുന്നത് തന്നെ ഒരു 8:15 അല്ലേ? കുറച്ച് നേരം കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉറക്കത്തെ നമ്മൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാലോ ഒരു 9:30 അല്ലെങ്കിൽ 10 മണിക്ക് സ്കൂൾ തുടങ്ങി 4:15 വിടുന്നതെങ്കിൽ നമ്മൾ 10 മണി മുതൽ നോക്കിയിരിക്കുന്നത് എന്താണ്? 4:15 ആവാത്തത് എന്താ? എന്താ നമുക്ക് ഒരു ഫുട്ബോൾ മാച്ച് കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന പോലെ പഠനത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഒരു സ്ട്രോങ് വൈ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്ക് പോലും അറിയില്ല എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ എത്ര ആൾക്കാരുടെ എന്തിനാണ് പഠിക്കുന്നത് വെച്ചാൽ ഭൂരിഭാഗത്തിന് ഉത്തരം എന്തായിരിക്കും? ഉമ്മ ചീത്ത പറയുന്നതുകൊണ്ട് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതുകൊണ്ട്. നമുക്ക് വേണ്ടി തന്നെ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരം. എന്തിനാ രാത്രി പുസ്തകം എടുത്ത് ഇരിക്കുന്നത് നമുക്ക് പോലും അറിയില്ല. രാത്രി പുസ്തകം പഠിക്കാനിരിക്കുന്ന സമയത്ത് തുറന്നു വെച്ച് അതേ പേജ് തന്നെ ആയിരിക്കും ഇപ്പോൾ അവസാനിപ്പിക്കുമ്പോഴുണ്ടാവുക. ബിക്കോസ് ദർ ഇസ് എ നോ സ്ട്രോങ് വൈ. നമ്മൾ തന്നെ തീരുമാനിക്കണം എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്. പാരൻസിനെ കൺവിൻസ് ചെയ്യാനാണോ, നാട്ടുകാരോട് മാർക്ക് ബോധിപ്പിക്കാനാണോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണോ എന്നുള്ള ഒരു ബോധം ആദ്യമായിട്ട് നിങ്ങളിൽ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റോട് കൂടി പഠിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്? ചില കുട്ടികൾ പറയാറുണ്ട്, സാറേ എനിക്ക് മാത്സ് തീരെ ഇഷ്ടമില്ല, പക്ഷേ ഫിസിക്സ് ഇഷ്ടമാണെന്ന് പറയും. ചില ആളുകൾക്ക് നേരെ തിരിച്ചായിരിക്കും ഉണ്ടാവുക, മാത്സ് ഇഷ്ടമല്ല ഫിസിക്സ് ഇഷ്ടമാണ്. എന്തുകൊണ്ടായിരിക്കടാ? നമുക്ക് കിട്ടാത്ത സബ്ജക്റ്റുകളായിരിക്കും നമുക്ക് ഡിഫിക്കൽട്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളൊക്കെ ആയിരിക്കും നമുക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ മാത്സിൽ ചില കുട്ടികൾ പറയും ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് തീരെ ഇഷ്ടമല്ല, പക്ഷേ ഒരു സെക്കൻഡ് ചാപ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ചാപ്റ്ററിൽ ചോദ്യം ചെയ്യാൻ കിട്ടുന്നില്ല, സെക്കൻഡ് ചാപ്റ്ററിൽ ചോദ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ നമുക്ക് ഉള്ളതും കിട്ടാത്തതൊക്കെ ഇഷ്ടമല്ലാത്തതായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നു. ബട്ട് ആ കിട്ടാത്തതിനെ കൂടി കിട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സും നമ്മൾ ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ് ഫാക്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് എന്താണോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ആ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആളുകളെ ട്രാക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ നിലവിലുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഉണ്ടയില്ല വെടി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു ലക്ഷ്യമില്ലാത്ത പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ളതിനനുസരിച്ച് കൃത്യമായൊരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഇനി മുതൽ ഓരോ ദിവസങ്ങളിലും എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചാപ്റ്റർ വൈസ് പഠിക്കുന്നതിന് പകരം ഇപ്പോഴേ തുടങ്ങിയാൽ നിങ്ങൾ ടോപ്പിക് വൈസ് പഠിക്കണം. എന്താ ടോപ്പിക് വൈസും ചാപ്റ്റർ വൈസും? നമ്മൾ എക്സാമിൻ്റെ തലേന്ന് അങ്ങനെ ഇരിക്കും, ചാപ്റ്റർ മൊത്തം പഠിക്കാൻ വേണ്ടിയിട്ട് മല മറിക്കാൻ നോക്കിയാൽ മല മറിയൂല. ആ മല മറിയൂല എന്നുള്ളതാണ് ഫാക്ട്. പകരം എന്ത് ചെയ്യണം? ചാപ്റ്ററിനെ ടോപ്പിക്കുകളായിട്ട് ഓരോ ടോപ്പിക്കുകളും പഠിച്ച് മുന്നോട്ട് പോകണം. അടുത്ത നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. എന്താ ഈ ആക്റ്റീവ് റീകോൾ? നമുക്കറിയാം പഠനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് റിവൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെ റിവൈസ് ചെയ്യണം? ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വായിക്കുന്നതിന് പകരം എഴുതി നോക്കിയിട്ട് എവിടെ സ്റ്റക്ക് ആവുന്നു ആ ഭാഗം വീണ്ടും വായിച്ചിട്ട് വീണ്ടും എഴുതി നോക്കുന്നു, വീണ്ടും നമ്മുടെ മൈൻഡിൽ പറഞ്ഞു നോക്കുന്നു. ആ രീതിയിൽ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനൊരു സിസ്റ്റത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രിസ്മസ് എക്സാം ആവട്ടെ, ലൈഫിൽ ഏത് എക്സാം ആവട്ടെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
ഇനി ചില കുട്ടികൾക്കുള്ള ഒരു പ്രശ്നമായിരിക്കും, സാറേ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് നോക്കി അതൊന്നും നോക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ആരുമില്ല, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ തന്നെ ആവേശം പോയി പോവാണ്. അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ഒരു സൊല്യൂഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള സൊല്യൂഷനാണ് എജുപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. എന്താ ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് കൊണ്ട് ഉദ്ദേശിച്ചത്? ഇനിയുള്ള ടോപ്പിക്കുകൾ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് എല്ലാ ടോപ്പിക്കുകളും ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങളെ പുഷ് ചെയ്യാൻ ഒരു മെന്ററെ സെറ്റ് ചെയ്ത് കൃത്യമായ ഗൈഡൻസോട് കൂടിയിട്ട് ടോപ്പിക് വൈസായി നിങ്ങളെ പഠിപ്പിച്ച് അതിൻ്റെ എക്സാം എഴുതിച്ച് വീണ്ടും ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതിച്ച് നിങ്ങൾ അങ്ങ് സെറ്റ് ആക്കുന്ന ബാച്ചാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ പഠനം ഒരു സിസ്റ്റം ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ ഒരൊറ്റ നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങളൊരു കോളോ മെസ്സേജോ കൊടുത്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യും, ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. സോ ഇനിയും മടിച്ച് നിൽക്കരുത്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം എന്ന് നിർബന്ധമായും പറയുകയല്ല. നിങ്ങൾക്ക് തന്നെ കൃത്യമായൊരു സിസ്റ്റം ഉണ്ടാക്കി പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട് എന്ന് എത്ര ആൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും? ഭൂരിഭാഗത്തിൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. സോ അത് ചെയ്യുന്നിടത്തേക്ക് നിങ്ങൾ എത്തിപ്പെടണം. സോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അല്ലാത്ത ആളുകളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, ടൈം ടേബിൾ സെറ്റ് ചെയ്യണം, ടോപ്പിക് വൈസ് പഠിച്ചു തുടങ്ങണം, ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കണം, ആൻഡ് ആക്റ്റീവ് റീകോൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത പരീക്ഷ തകർക്കണം.